ഗോവിന്ദേട്ട ചായ. മൂർത്തി സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞു. അയ്യോ, അത് പറയാൻ ഞാനങ്ങ് മറന്നുപോയി. എന്നെ ആദർശമോന്റെ മുത്തശ്ശിയും വിളിച്ചു പറഞ്ഞു ഇന്ന് ഉറപ്പായിട്ടും നമ്മൾ രണ്ടുപേരും അവിടെ എത്തണമെന്ന്. നന്ദുവിനെയും കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അവളെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അനിയൊക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് അവക്ക് ഡ്യൂട്ടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവിടെ എന്തോ ആഘോഷമുണ്ട് കനകേ. ഗോവിന്ദേട്ടാ, എന്താഘോഷം എന്ന് പറഞ്ഞാലും ആദർശം നയനമോളും ഇല്ലാത്തോണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ ഒരു താല്പര്യവും. പിന്നെ എനിക്കാണ് താല്പര്യം. ആദർശം നയനും ഇല്ലാത്ത അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലാൻ എനിക്കും പ്രയാസമുണ്ട്. വലിയ വിജയങ്ങള് ജ്വല്ലറിക്ക് ഉണ്ടായില്ലേ, അതിന്റെ എന്തെങ്കിലും പാർട്ടി നടത്തുകയായിരിക്കും. അതിന് 2 ദിവസം കഴിയുമ്പോ അനിയുടെ നിശ്ചയമാണല്ലോ. അപ്പൊ പിന്നെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ അങ്ങ് നടത്തിയാ പോരെ? അതൊക്കെ അവരുടെ തീരുമാനമല്ലേ. മൂർത്തി സാറും അമ്മയും എന്തായാലും കാര്യമില്ലാത്ത കാര്യത്തിന് പൈസ കളയില്ലല്ലോ. കോടികളുണ്ടെങ്കിലും അവരൊക്കെ പൈസയുടെ മൂല്യം അറിഞ്ഞ് വിനിയോഗിക്കുന്നവരാ, നമ്മളെപ്പോലെ അല്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? നമ്മൾ പിന്നെന്താ ധാരാളികളാണോ? നമ്മുടെ മക്കളുടെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് നിന്റെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റം ഉണ്ടായത്. അതിനു മുമ്പ് വരവിനേക്കാൾ ചെലവായിരുന്നു. കുട്ടികളെ കോടീശ്വരന്മാരായ പയ്യന്മാരെ കൊണ്ട് കെട്ടിക്കണമെന്നും പറഞ്ഞ് പുറത്തിറങ്ങുമ്പോഴൊക്കെ ആർഭാടത്തോടെയല്ലേ നടന്നിരുന്നത്. വലിയ കാശുകാർ പോലും അത്രയും ആഡംബരമൊന്നും കാണിച്ചിട്ടുണ്ടാവില്ല. അത് ശരിയാ. അന്ന് അമ്മയുടെ ആ സ്വഭാവം ഏറ്റവും കൂടുതൽ മുതലാക്കിയതേ നവ്യേച്ചിയാ. നിങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ തുടങ്ങല്ലേ. അല്ല, അതിനിപ്പോ പറഞ്ഞിട്ടും കാര്യമില്ല. അവളിപ്പോ എന്നെ കണ്ടാലേ മിണ്ട പോലും ഇല്ല. പിന്നെ ഞങ്ങള് രണ്ടാളും കൂടിയേ അനന്തപുരിയിലേക്ക് പോവാ. ഞങ്ങള് രണ്ടുപേരെയും മൂർത്തി സാർ വിളിച്ചിട്ടുണ്ട്. അവിടെ എന്തോ ആഘോഷം നടക്കുകയെന്ന്. ആഘോഷോ? എന്താ ആഘോഷം? അതൊന്നും അറിയത്തില്ല മോളെ, അവിടെ ചെന്നാലേ അറിയാൻ പറ്റൂ. ഞങ്ങൾ അതേപ്പറ്റി ചോദിച്ചപ്പോ അതൊക്കെ ഒരു സസ്പെൻസ് ആണെന്നാ പറഞ്ഞത്. അങ്ങനെ ഒരു ആഘോഷത്തെ പറ്റി അനി എന്നോട് പറഞ്ഞില്ലല്ലോ. അല്ല, എന്നെ കൊണ്ടു ചെല്ലണമെന്ന് ആരും പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നു, പക്ഷേ നിന്നെ കൊണ്ടുപോകുന്നില്ല. നീ എന്തിനാ അങ്ങോട്ട് വരുന്നേ? നീ ഇപ്പോ അനിയുടെ നിശ്ചയത്തിന് പോലും അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അല്ലെങ്കിലും ഞാൻ വരുന്നില്ല. അച്ഛനും അമ്മയും കൂടെ പോയാ മതി. അനിയുടെ കല്യാണം കഴിയുന്നത് വരെ നീ ഇത്രയും നിരാശപ്പെട്ടാലും ശരി, നിന്നെയും കൊണ്ട് അങ്ങോട്ട് പോവാൻ ഞങ്ങൾക്ക് പേടിയാ. എന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലെന്നർത്ഥം. നിന്നെ വിശ്വാസമൊക്കെയാ, പക്ഷെ അനിയുടെ കാര്യത്തിൽ മാത്രം എന്റെ നന്ദൂട്ടനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിശ്വാസമില്ല. അവൻ രാത്രിയിലും മതില് ചാടിയൊക്കെ ഈ വീട്ടിനകത്ത് വരുന്നുണ്ടെന്നൊക്കെയാ ഞങ്ങളുടെ സംശയം. അങ്ങനെ ചില തട്ടലും മുട്ടലും ഒക്കെ കുറച്ചു നാൾ മുമ്പ് കേട്ടായിരുന്നല്ലോ. അമ്മേ, ഞാനൊരു പോലീസ് ഓഫീസറാ. എന്ത് പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞാലും അനിയുടെ കാര്യത്തിൽ നീ മറ്റു പെൺകുട്ടികളെ പോലെ തന്നെയാ. അല്ലാതെ നിനക്ക് കൊമ്പൊന്നുമില്ല. ഈ അമ്മയെ ഇത്രയും കാലം എങ്ങനെയാച്ചാ സഹിച്ചത്? നിങ്ങൾ മക്കളെ സഹിച്ചില്ലേ, അതുപോലെയൊക്കെ തന്നെ. ഞാൻ കേൾക്കുന്നുണ്ടേ. എന്തായാലും സസ്പെൻസ് അച്ഛൻ അവസാനിപ്പിച്ചു. 2 VIP വരുന്നു എന്നാ പറഞ്ഞേ. എന്നാലും അത് ആരാന്നൊന്നും പറഞ്ഞില്ലല്ലോ ഏട്ടാ. നിനക്ക് ഓർമ്മയില്ലേ, നമ്മുടെ ജ്വല്ലറിയിൽ ഒരു 10-20 വർഷം മുമ്പ് റെക്കോർഡ് സെയിൽ നടന്നപ്പോൾ നമ്മുടെ ജ്വല്ലറിയിൽ നിന്നും ബൾക്കായിട്ട് സ്വർണം വാങ്ങിയ ഒരു സേട്ടനെ അച്ഛൻ ഇവിടെ വരുത്തി ആദരിച്ചത്? അന്ന് ഇതേപോലെ താലപ്പൊലിയൊക്കെ ആയിട്ടാണല്ലോ അദ്ദേഹത്തെയും ഭാര്യയും സ്വീകരിച്ചത്. അങ്ങനെ എന്താ മുത്തശ്ശൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്? എല്ലാം റെഡിയാക്കിയോ? ആ VIP വരുമ്പോ താലപ്പൊലി മസ്റ്റാ. അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ജയേട്ടാ. എടമോനെ, ഇന്ന് VIP വരുന്നതേ നിന്നെ ആദരിക്കാനും അഭിനന്ദിക്കാനും വേണ്ടിയാ. ഓ, എന്നാലും ഈ സമയത്തെങ്കിലും ആദർശനെ നയനയും തിരികെ വിളിക്കായിരുന്നു. ആദർശം നയനയും അവരുടെ ഇഷ്ടപ്രകാരം വീട് വിട്ടു പോയതാ. അങ്ങനെ പോയി കഴിഞ്ഞാ അച്ഛൻ തിരികെ വിളിക്കൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ജലജെ? അത് പിന്നെ അച്ഛന്റെ സ്വഭാവം വെച്ചിട്ട് ഒരു കാരണവശാലും തിരികെ വിളിക്കാൻ പോകുന്നില്ല. ഇന്നിവിടെ എത്ര വലിയ VIP വന്നാലും അവരാരും എന്നെ സംബന്ധിച്ചിടത്തോളം ഏട്ടനും ഏട്ടത്തിക്ക് മുകളിലല്ല. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വിജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ
അതിന്റെ 90% ക്രെഡിറ്റും ആദർശേട്ടനും ഏട്ടത്തിക്ക് അവകാശപ്പെട്ടതാ. നീ ഇത് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞു എന്ന് കരുതി അച്ഛൻ ഇത് സമ്മതിച്ചു തരില്ല. എടാ മോനെ, നീ MD ആയ ശേഷമാണ് തകർന്നു പോയ മൂർത്തീസ് ജ്വല്ലറി ഈ രീതിയിൽ ഉയർത്തെഴുന്നേറ്റത്. അത് ഇവന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ഇപ്പൊ അതിനെപ്പറ്റി നീ കൂടുതലൊന്നും പറയണ്ട. ഇവന്റെ തനി സ്വരൂപമായ നാഗേന്ദ്രനെ കണ്ടെത്തിയത് ആദർശിന്റെ മിടുക്കൊണ്ടാ. അയാളുടെ കാര്യങ്ങൾ വെറുതെ ഇവിടെ സംസാരിക്കരുത് ഏട്ടാ. അയാളുടെ പേര് കേട്ടാ തന്നെ എന്റെ രക്തം അങ്ങോട്ട് തിളയ്ക്കുവാ. ഇവനെ AN ജ്വല്ലറിയുടെ മാനേജരാക്കിയത് മിക്കവാറും നാഗേന്ദ്രനായിരിക്കും. എന്റെ അമ്മാവ, ഞാൻ ഇതുവരെ നാഗേന്ദ്രൻ എന്നൊരാളെ കണ്ടിട്ട് പോലും ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ആ പറച്ചിൽ 100% സത്യമായിരിക്കണം. ഒരു സമയത്തെ എന്നെ മക്കളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ അയാൾ ഒരു ശ്രമം നടത്തിയതാ. അന്ന് അയാൾ തോറ്റുപോയി. അതിന്റെ പകയും പ്രതികാരം ഉള്ളിൽ വെച്ചോണ്ടാണോ അയാൾ വന്നെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ അച്ഛൻ ഇങ്ങനെ ഒരു ആഘോഷമൊക്കെ വേണമെന്ന് പറഞ്ഞെങ്കിലും സത്യം പറയാലോ, എനിക്ക് അതിനുള്ളൊരു മൂടില്ല. എന്ന് വെച്ചാൽ നാഗേന്ദ്രൻ ഈ നാട്ടില് കാലുകുത്തിയെന്ന് അറിഞ്ഞപ്പോ മുതൽ എന്റെ നെഞ്ചടിക്കാൻ തുടങ്ങിയതാ. അത്രയ്ക്ക് ക്രൂരനാ നിങ്ങളുടെ അച്ഛൻ. അതേ സ്വഭാവം തന്നെ അടി നിന്റെ മോനും കിട്ടിയിരിക്കുന്നത്. നാഗേന്ദ്രൻ മുട്ടുകുത്തിയതിൽ അച്ഛന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അതിന് കാരണക്കാരായ ആരെയോ ആണ് അച്ഛൻ ഇന്ന് അകത്തേക്ക് ആനയിക്കാൻ പോകുന്നത്. നമസ്കാരം. നിങ്ങൾ ആരെ ഇങ്ങോട്ട് വിളിച്ചത്? ജലജ, ഞങ്ങളെ ഇവിടുത്തെ മൂർത്തി സാറും അമ്മയുമാണ് വിളിച്ചത്. എന്താ കാര്യമെന്ന് പറഞ്ഞില്ല. കാരണം കുറച്ചു മുമ്പ് വരെ ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. പിന്നെ പുറത്തുപോയ അച്ഛൻ വിളിച്ചു പറഞ്ഞു 2 VIP-കളുമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അതിന് ഇവനെ ഇവിടെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഞങ്ങള് താലപ്പൊലിയായിട്ട് VIP-കളെ സ്വീകരിക്കണമെന്ന് പറഞ്ഞിരിക്കുക. അല്ല, ആദർശമോൻ കമ്പനിയുടെ യഥാർത്ഥ ശത്രുവിനെ കണ്ടെത്തിയായിരുന്നല്ലോ. അപ്പൊ പിന്നെ അവരെ തിരികെ വിളിക്കായിരുന്നു. അത് തന്നെ ഞങ്ങൾ ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നത്. അച്ഛൻ ആദർശിന്റെ നയനയുടെ കാര്യത്തില് ഇതുവരെ കാണാത്ത വാശിയില്ല. എന്നാൽ അന്ന് നടന്ന ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ പോലും നയനയുടെ കഴിവുകൊണ്ടാ നമ്മൾ ഒന്നാമതെത്തിയത്. അതൊക്കെ എത്ര തവണ മുത്തശ്ശനോട് പറഞ്ഞതാ, എന്നിട്ടും മുത്തശ്ശൻ ഒരു മാറ്റവും ഇല്ല. ദേ അച്ഛനും അമ്മ എത്തി. ജാനകി, ജലജെ, വാ താലപ്പൊലി എടുക്കാം. സാറിന്റെയും അമ്മയുടെയും കൂടെ ആരും ഇല്ലല്ലോ. ഇതിപ്പോ അച്ഛനമ്മയെ സ്വീകരിക്കാനാണോ താലപ്പൊലിയായിട്ട് നിൽക്കാൻ പറഞ്ഞത്? താലപ്പൊലിയായിട്ട് റെഡിയായിട്ട് നിൽക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. എന്നിട്ട് അവരവിടെ? രണ്ട് സൈഡിലായിട്ട് നിക്ക്.
എന്തായാലും മുത്തശ്ശൻ കൊള്ളാം. VIP കളെ സ്വീകരിക്കാൻ എല്ലാ തയ്യാറെടുപ്പോടെയാ വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ വീട്ടിലേക്ക് ആനയിക്കാൻ പോകുന്ന VIP കൾ ചെറിയ ആൾക്കാരല്ല. അവരെല്ലാ അർത്ഥത്തിലും വിജയിച്ചവരാണ്. അതുമാത്രമല്ല, നമ്മുടെ ജ്വല്ലറിയുടെ ഉയർച്ചയ്ക്ക് അവരുടെ സംഭാവനകൾ ചെറുതല്ല. അതിന് അവർക്ക് ഇങ്ങനൊരു സ്വീകരണം തന്നെയാണ് നൽകേണ്ടത്. മൂർത്തീസ് ജ്വല്ലറിയുടെ നട്ടല്ലായ 2 VIP കളെയാണ് നമ്മൾ അകത്തോട്ട് അനയിക്കാൻ പോകുന്നത്. അവരെത്തിക്കഴിഞ്ഞു. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ, ഈ വീട്ടിൽ നിന്ന് രാജ്യം ഉപേക്ഷിച്ചു പോയ രാജാവിനെ പോലെയാണ് എന്റെ കൊച്ചുമോൻ പടിയിറങ്ങിപ്പോയത്. അതിനു പിന്നാലെ അവന്റെ ഭാര്യയും അവന്റെ അടുത്തേക്ക് പോയി. ഇപ്പൊ ഈ അനന്തപുരി തറവാട്ടിലേക്ക് അവരെ തിരിച്ചു വിളിക്കാൻ സമയമായി. എല്ലാ അർത്ഥത്തിലും ഇവർക്ക് ഇനി ഈ തറവാട്ടിൽ ജീവിക്കാൻ മറ്റാരെക്കാളും അർഹതയുണ്ട്. ഒരുപക്ഷെ എന്നെക്കാളും ഇയാളെക്കാളും. എന്താ നോക്കി നിൽക്കുന്നേ? ദേവയാനി, നീ ആഗ്രഹിച്ച പോലെ നിന്റെ മോനും മരുമോളുവാ വന്നിരിക്കുന്നേ. ആരതി ഒഴിഞ്ഞ് അവരെ അകത്തേക്ക് ആനയിക്ക്. ഇനി എന്റെ മോന്റെ MD സ്ഥാനം ഇവന് കൊടുക്കുമായിരിക്കും. ജാനകി, നീ എന്താ ആലോചിക്കുന്നൊക്കെ എനിക്കറിയാം. ആദർശം അടങ്ങി വന്ന സ്ഥിതിക്ക്
ഇനിയിപ്പോ അനിയുടെ കാര്യം പരിങ്ങലായിരിക്കും. എന്നാലും നീ വിട്ടുകൊടുക്കരുത് കേട്ടോ. അജയ, നിങ്ങളോട് പോലും പറയാതെ ഞാൻ ചില കാര്യങ്ങൾ ചെയ്തു. അത് പക്ഷേ ഞാൻ വെളിപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ എന്റെ ഒരു കൊച്ചുമൻ തിരിച്ചറിഞ്ഞിരുന്നു, നമ്മുടെ ഇപ്പോഴത്തെ MD. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ആദർശ് മുംബൈയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപേ തന്നെ ഞാൻ അവനോട് പറഞ്ഞിരുന്നു ഒരു ശത്രു അവന്റെ പിന്നാലെ ഉണ്ടെന്ന്. എന്നിട്ടും അവൻ ചതിക്കപ്പെട്ടു. അന്ന് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി എന്റെ കൊച്ചുമോൻ ഒരിടത്തും പരാജയപ്പെടരുതെന്ന്. അങ്ങനെ പരാജയപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഞാൻ ഇവനെ MD സ്ഥാനത്ത് നിന്ന് നീക്കിയത്. അതിനുശേഷം എന്റെ കൊച്ചുമോൻ വീട് വിട്ടു പോയപ്പോ ഞാൻ അത് തടയാതിരുന്നത് ഇവന്റെ വിജയം മുന്നിൽ കണ്ടിട്ട് തന്നെയാണ്. അതിനുശേഷം നയനമോളും കൂടി ഇവന്റെ പിന്നാലെ പോയപ്പോ സത്യം പറഞ്ഞ ഞാൻ തകർന്നുപോയി. അന്ന് പക്ഷേ എന്റെ മുന്നിൽ നിന്ന് എന്നെ കുറ്റപ്പെടുത്തിയ എന്റെ വസുന്ധരയോട് എനിക്ക് സത്യം പറയേണ്ടി വന്നു. അതിനുശേഷം എന്റെ മനസ്സറിഞ്ഞ എന്റെ ഭാര്യ എന്റെ ഒപ്പം നിൽക്കുകയായിരുന്നു. എടോ ഗോവിന്ദോ, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു പ്രായം കഴിഞ്ഞാൽ കാരണവന്മാര് ഇതുപോലെ പരീക്ഷണങ്ങളൊക്കെ നമുക്ക് തരില്ലായിരുന്നു. പിന്നെ ഒരുപാടുണ്ടായിരുന്നു. ജീവിതം പഠിച്ചില്ലെങ്കിൽ കാരണവന്മാര് അത് നമ്മളെ പഠിപ്പിക്കും. അതായിരുന്നു അന്നത്തെ രീതി. അത് തന്നെയാണ് ഞാൻ ഇവിടെയും പ്രാവർത്തികമാക്കിയത്. വാശിയോടെ അനന്തപുരി തറവാടിൽ നിന്നും പുറത്തിറങ്ങിയ എന്റെ കൊച്ചുമോൻ ഉറപ്പായിട്ടും മൂർത്തി ജ്വല്ലറിയെ തകർക്കാൻ നിൽക്കുന്ന ശക്തികളെല്ലാം കണ്ടെത്തുമെന്നും അവരെ ഇല്ലായ്മ ചെയ്യുമെന്നും എനിക്കറിയാമായിരുന്നു. അത് തന്നെയല്ലേ സംഭവിച്ചത്? വാശിയോടെ അനന്തപുരി തറവാടിൽ നിന്നും പുറത്തിറങ്ങിയ എന്റെ കൊച്ചുമോൻ ഉറപ്പായിട്ടും മൂർത്തി ജ്വല്ലറിയെ തകർക്കാൻ നിൽക്കുന്ന ശക്തികളെല്ലാം കണ്ടെത്തുമെന്നും അവരെ ഇല്ലായ്മ ചെയ്യുമെന്നും എനിക്കറിയാമായിരുന്നു. അത് തന്നെയല്ലേ സംഭവിച്ചത്? പുറത്തുപോയ ആദർശിന് വാശിയായിരുന്നു. അവനെ തള്ളിപ്പറഞ്ഞ എനിക്ക് മുന്നിൽ ജയിക്കണമെന്ന്. ഇതുപോലെ ഗംഭീരമായി തിരിച്ചു വരണമെന്ന് എന്റെ കൊച്ചുമോൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അവന് നഷ്ടപ്പെട്ട MD സ്ഥാനം തിരിച്ചു കിട്ടണമെന്നും ആഗ്രഹിച്ചിട്ടില്ല. ഇവനെ എന്നും വാഴ്ത്തിയ, ഇവനെ MD ആക്കിയ എന്റെ മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കണമെന്ന തോന്നൽ എപ്പോഴുണ്ടായോ ആ സമയം മുതൽ നമ്മൾ മാത്രമല്ല, നമ്മുടെ ബിസിനസ്സുമാണ് വിജയിച്ചത്. അനി പലപ്പോഴായി പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ഇപ്പോഴുള്ള എല്ലാ വിജയത്തിന്റെയും പിന്നിൽ ആദർശൻ നയനയുമാണെന്ന്. എടാ മോനെ, അതൊക്കെ നിന്റെ മുത്തശ്ശന് നിന്നേക്കാളും നന്നായിട്ട് അറിയാമായിരുന്നു. അത് പിന്നെ എനിക്കറിയത്തില്ലേ. അന്ന് ഡിസൈൻ ഫെസ്റ്റ് നടന്ന ദിവസം തന്നെ മുത്തശ്ശന്റെ മനസ്സിൽ എന്താണെന്ന് ഞാൻ അറിഞ്ഞതാ. ഏട്ടന്റെ അനുഗ്രഹം വാങ്ങിയിട്ട് മനസ്സില്ലാ മനസ്സോടെയാണ് നീ ഇവന്റെ കസേര ഏറ്റെടുത്തത്. പിന്നീട് പലതവണ നീ പറഞ്ഞു ഇവനെ തിരിച്ചു വിളിക്കണമെന്ന്. ദേ, തിരിച്ചു വിളിച്ചിരിക്കുന്നു. രാജകീയമായി മടങ്ങി വന്ന എന്റെ മൂത്ത കൊച്ചുമോൻ വീണ്ടും പഴയതിനേക്കാളും പകിട്ടോടെ, പ്രൗഢിയോടെ മൂർത്തീസ് ജ്വല്ലറിയുടെ സാരഥിയാവുകയാണ്. MD സ്ഥാനം ഏറ്റെടുക്കുകയാണ്. അല്ലച്ചാ, അനി വന്നതിന് ശേഷം അനി വന്ന ശേഷം ഒരുപാട് വിജയങ്ങൾ നമുക്കുണ്ടായി. പക്ഷേ ആ വിജയങ്ങൾ ആരുടെ മെടുക്കാണെന്ന് നിന്റെ മോൻ നിന്നോടൊന്നല്ല എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു.
അല്ലെങ്കിൽ തന്നെ ഏട്ടനിരുന്ന കസേര ഇരിക്കാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അർഹതയില്ലാത്തൊരു കസേര അത്. മുത്തശ്ശ, ഇനിയിപ്പോഴേ ആ കസേരയിൽ അനി ഇരിക്കട്ടെ. ഞാൻ അവന് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തോളാം. ആ, ഒരു കാരണവശാലും പറ്റില്ല. ഇനി മുത്തശ്ശൻ പറഞ്ഞാലും ശരി, ഞാൻ ആ കസേര ഇരിക്കത്തില്ല. ഇവൻ എന്തൊരു മണ്ടനാ. അനിയേട്ടന്റെ MD സ്ഥാനം ആദർശേട്ടൻ ഏറ്റെടുത്തെന്ന് അറിയുമ്പോ നമ്മൾ കാണും ഷോക്ക് അച്ഛനായിരിക്കും. എന്ന് വെച്ച് നീ അനിയെ വിട്ടൊന്നും കളയരുത്. കമ്പനിയുടെ പകുതി അവന്റെ മേൽനോട്ടത്തില്. ഞാൻ വിട്ടുകളയാനൊന്നും പോകുന്നില്ല. എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, വീണ്ടും ഒരിക്കൽ കൂടി നാഗേന്ദ്രൻ എന്ന വിഷത്തിന് അടി കിട്ടി. നിന്റെ അമ്മയെ ഞാൻ അറിഞ്ഞ പോലെ മറ്റാരും അറിഞ്ഞിട്ടില്ല മോനെ. അവൾക്ക് വേണ്ടിയിട്ട് ബലി കൊടുത്തതാണ് എൻ്റെ ജീവിതം.